വിശുദ്ധന്മാരുടെ ജീവിതമോ വിളക്കുമരങ്ങൾ പോലെയാണ്. വിളക്കുമരങ്ങളുടെ പ്രത്യേകത എന്താണ്? വിളക്കുമരങ്ങൾ ചിലമ്പൊലി ശബ്ദങ്ങൾ കേൾപ്പിക്കാറില്ല, മറിച്ച് വഴിയിൽ പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുക. ഇരുട്ടുള്ള വഴിയിൽ പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുക. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത കർത്താവിൻ്റെ നല്ല പ്രകാശത്തെ സ്വയം സ്വീകരിച്ച് ആ പ്രകാശത്തിൽ ഇരുട്ടിൽ തട്ടിപ്പോകാതെ ഇരിക്കുവാൻ ഈ ലോകയാത്രയിൽ നമ്മുടെ മുൻപിൽ പ്രകാശമായി നിൽക്കുന്ന ആ അതിവിശുദ്ധ വിശ്വാസം നമുക്ക് പകർന്നു തന്ന ആ വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ പ്രത്യേകത, വിശുദ്ധന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ കൂടെ ഈ പെരുന്നാളിൽ നാം എന്തു പഠിച്ചെടുക്കുന്നോ, നാം എന്ത് സ്വായത്തമാകുന്നോ, ഓരോ പെരുന്നാളിലും ഞാൻ എന്ത് പുതിയ ശീലം പഠിക്കുന്നുവോ, ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. ആത്മീക വർധനവ് വരുത്തി തലമുറയുടെ മുൻപിൽ മാതൃകയാകാൻ അനുദിനം നമുക്ക് സാധിക്കാറുണ്ടോ? 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണമെന്നാണ് വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. 3 പറയുകയാണ്, നിത്യജീവനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നവരാണ് വിശുദ്ധന്മാർ, അല്ലെ? സഹതന്മാരുടെ ജീവിതങ്ങൾ, വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ, നിത്യജീവന് വേണ്ടി അവരെന്തു ചെയ്തു? സ്വന്തം ജീവനെ വിട്ടുകൊടുക്കാൻ, സ്വന്തം ജീവനെ സഹദേരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ സ്വകരാജ്യേ ഞങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരിതീവാൾ മർദിതർ ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ട. ഇങ്ങനെയുള്ളവർക്ക് അരുളിയതായ പരുദീസയെ അവർ കാംക്ഷിച്ചു. എങ്ങനെയുള്ളവർ? സഹതയരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ പ്രാപിപ്പാൻ എരിതിയോ വാളോ മർദ്ദനമോ കഷ്ടതയോ നിന്ദയോ പരിഹാസമോ പട്ടിണിയോ പീഡനമോ ഇതൊന്നും ഈ ഭൂമിയിൽ എനിക്ക് സാരമില്ലെന്ന് പറഞ്ഞ് നിത്യജീവനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നവരാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ മാതൃക. 4, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മളോട് പറയാണ്, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ, നമുക്കെല്ലാം സ്നേഹമുള്ളവരാണ്, പക്ഷെ നമ്മുടെ സ്നേഹം ദൈവസ്നേഹമാണോ എന്നുള്ളതാണ്. അസൂയയില്ലാത്ത സ്നേഹം, അഹങ്കാരമില്ലാത്ത സ്നേഹം, പരിഹസിക്കാത്ത സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, ഈ ദൈവസ്നേഹത്തിൽ അനുദിനം നമ്മെ വർദ്ധിപ്പിക്കുമ്പോഴാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാരുടെ ജീവിത മാതൃകയിൽ നിന്ന് ഞാനും നിങ്ങളും ഈ പെരുന്നാളിൽ എന്തെങ്കിലും ആർജിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കുക. വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുവീനെന്ന്. വിശ്വാസ ജീവിതത്തിൽ അജ്ഞതയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് കരുണ ചെയ്യുകയാണോ, മറിച്ച് നമ്മളും കാര്യത്തോടെടുക്കുമ്പോൾ അവരും നമ്മളും ഒരുപോലെ മത്സരിക്കുകയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള വലിപ്പം നമുക്ക് കാട്ടിത്തന്നവരാണ് വിശുദ്ധന്മാർ. ഒരിക്കല് ഒരു കുഞ്ഞപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പനിങ്ങനെ ആകാശത്തേക്ക് കൈ ഉയർത്തിയപ്പോൾ അതുവഴി ഒരു എയ്റോപ്ലെയിൻ പറന്നു പോകുന്നുണ്ട്. ആ വിമാനത്തെ ഒരു പൊട്ടോളം കണ്ടപ്പോൾ കുഞ്ഞിന് സന്തോഷമായി. കാരണം അനങ്ങുന്ന വിമാനത്തെയാണ് കുഞ്ഞ് കണ്ടത്. അപ്പൊ കുഞ്ഞ് ചോദിച്ചു, അപ്പാ അതാണോ ദൈവം? അങ്ങനെ ആകാശത്തിരിക്കുന്നതാണോ ദൈവം? അപ്പൻ ചിരിച്ചു. അടുത്ത ദിവസം തന്നെ ഈ കുഞ്ഞിനെ അപ്പൻ എയർപോർട്ടിൽ കൊണ്ടുപോയി. എയർപോർട്ടിൽ കൊണ്ടുപോയപ്പോൾ അപ്പനും കുഞ്ഞും കാണുന്നത് വലിയൊരു എയ്റോപ്ലെയിനാണ്, കുഞ്ഞിന്റെ കണ്ണിൽ ഒതുങ്ങാത്ത വലിയൊരു എയ്റോപ്ലെയിൻ. അപ്പൊ കുഞ്ഞു ചോദിച്ചു, അപ്പാ നമ്മൾ അന്ന് കണ്ട ദൈവം അവിടെ നോക്കിയപ്പോ ഇത്രയും ഉണ്ടായിരുന്നുള്ളല്ലോ, ഇതെന്താ ഇത്രയും വലുത്? അപ്പൻ കുഞ്ഞിനോട് ഉപദേശിച്ചു കൊടുത്തു, മോനെ, ദൈവത്തെ നീ എവിടെ നിന്ന് നോക്കുന്നുവോ അതാണ് ദൈവത്തിന്റെ വലിപ്പം. നീ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിന്നോടും അടുത്തു വരും. നീ ദൈവത്തോട് അകന്നു പോയി കഴിഞ്ഞാൽ ദൈവം നിന്റെ അടുത്ത് നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ അകന്നു പോകുന്ന അനുഭവത്തിലിരിക്കുന്നവരെ കൂടെ സത്യവിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക്, ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ?
എനിക്ക് ആത്മീക വർധനവും മാത്രമല്ല, മറിച്ച് ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണമെന്നാണ് വിശുദ്ധ പത്രോസ് ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എത്രമാത്രം എൻ്റെ സമൂഹത്തിന് ഗുണം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. വീണ്ടും പറയാണ്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പീനെന്ന്. പാപത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ, രോഗത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ, സങ്കടത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ എൻ്റെ പ്രവൃത്തിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്കും സാധിക്കാറുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൈകൾ നീട്ടി, ആരെങ്കിലും ഒന്ന് കൈകൾ നീട്ടി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സാർ പറയുമായിരുന്നു, ഐ ആം നോട്ട് ഹാൻസം ബട്ട് ഐ ആം റെഡി ടു ഗിവ് ഹാൻഡ്സ് ടു സമ്മൺ. ഞാനൊരു ഹാൻസമായ മനുഷ്യനല്ല, പക്ഷേ ഐ ആം റെഡി ടു ഗിവ് ഹാൻഡ്സ് ടു സമ്മൺ. മറ്റുള്ളവരുടെ നേരെ പരിശുദ്ധനായ പരുമല തിരുമേനി തുമ്പമൺ ദേശത്ത് ജീവിച്ചിരുന്ന സമയത്ത് വസൂരി ബാധിച്ച വീടുകളിൽ കയറി ഇറങ്ങി എന്ന ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ കോവിഡിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരാ. എന്ത് സംഭവിച്ചാലും നമ്മൾ ആരെയും നമ്മുടെ വീട്ടിലോട്ടും കയറ്റാറില്ലായിരുന്നു. നമ്മളും ആരുടെയും പത്രം പോലും നമുക്ക് വേണ്ടായിരുന്നു. പത്രം വായിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന നമുക്ക് എന്ത് വേണ്ടായിരുന്നു? അഥവാ പത്രം കിട്ടിയാലോ പത്രത്തെ മുഴുവൻ സ്പ്രേ അടിച്ച് കുളിപ്പിക്കുമായിരുന്നു നമ്മളല്ലേ, മുഴുവൻ സാനിറ്റൈസറൊക്കെ അടിച്ച്. എന്നിട്ട് നമ്മൾ പറയും, പരിശുദ്ധനായ പരുമല തിരുമേനി എല്ലാവരുടെയും വീട്ടിൽ പരിശുദ്ധന് സാധാരണ ജീവിതത്തിൽ കൂടി അസാധാരണമായ പോരാട്ടങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തവരാണ് വിശുദ്ധന്മാർ. തനിക്ക് വേണ്ടി മുറിഞ്ഞവനായ ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ മുറിക്കുവാൻ ഏൽപ്പിച്ചവരായിരുന്നു വിശുദ്ധന്മാർ. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചിലരെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊക്കെ അങ്ങനെ ആയിപ്പോയി എന്നല്ല, മറിച്ച് തീയിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ ചില സ്നേഹപ്രകടനങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്നേഹപ്രവർത്തനങ്ങളായിരിക്കും വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടതോ ഇടുവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? 3 വീണ്ടും പറയുന്നു, ജഡത്താൽ കറ പിടിച്ച അങ്കിക്കായി, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ഈ ലോക ആഡംബരങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളും പദയാത്രകളുമൊക്കെ മാതൃകയായി തീരണം. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. വേദനകളിലും ശോധനകളിലും ഒന്നും ഒഴുകിപ്പോകുന്നവരാകരുത്, മടുത്തു പോകുന്നവരാകരുത്, തണുത്തു പോകുന്നവരാകരുത്. മറിച്ച് ഈ വലിയ ദൗത്യം നമ്മൾ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയോ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കാത്തത്? എനിക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചട്ടവട്ടത്തിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ആളാണ് പലപ്പോഴും. ഒരിക്കലേ ഒരൊട്ടകവും ഒട്ടകത്തിൻ്റെ കുഞ്ഞും കൂടി ഇരിക്കുകയാണ്. ഈ ഒട്ടകത്തിൻ്റെ കുഞ്ഞ് ഒട്ടകത്തിൻ്റെ അമ്മയോട് ചോദിക്കുക, എന്താ അമ്മ ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കിയത്? അപ്പൊ അമ്മ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ ചോദിച്ചത്? അപ്പൊ ഒട്ടകം അതിൻ്റെ കാലിലേക്ക് നോക്കിയിട്ട് പറയാ, എല്ലാ മൃഗങ്ങളുടെയും വിരലുകൾ എന്തൊരു ഭംഗിയാ, നമ്മളുടെ വിരലുകൾ മാത്രം എന്താ ഇങ്ങനെ കൂട്ടി ഒട്ടിയിരിക്കുന്നത്? അമ്മ ചിരിച്ചു. വീണ്ടും ഈ കുഞ്ഞൊട്ടകം അമ്മയൊട്ടകത്തോട് ചോദിക്കുക, എന്താ അമ്മ നമ്മുടെ കൺപീലികൾ മാത്രം ഇങ്ങനെ തൂങ്ങി താഴേക്ക് കിടക്കുന്നത്? വീണ്ടും അതിന് സങ്കടം, നമ്മുടെ മൂക്ക് മാത്രം എന്താ ഒരു ഭംഗിയുമില്ലാതെ ഇങ്ങനെ വിരൂപമായിരിക്കുന്നത്? ഇങ്ങനെ അതിനുശേഷം ചോദിച്ചു, എല്ലാം പോട്ടെ അമ്മ, എല്ലാ മൃഗങ്ങൾക്കും എന്തൊരു സൗന്ദര്യ, നമ്മുടെ പുറത്ത് മാത്രം എന്താ അമ്മ ഇത്രയും വലിയ കൂനിരിക്കുന്നത്? അമ്മയൊട്ടകം ഈ കുഞ്ഞൊട്ടകത്തോട് പറഞ്ഞു, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലായിട്ടാണ്. ഈ മരുഭൂമിയിൽ കൂടി നടക്കാൻ വേണ്ടിയാണ്. മരുഭൂമിയിൽ നടക്കുന്നവന് വിരലുകൾക്കിടയിൽ കൂടി വിടവുകൾ ഉണ്ടായാൽ അവന്റെ വിരലുകൾക്കിടയിൽ കൂടി മണലുകൾ കയറി അവന് നടത്തം സുഗമമാകുകയില്ല. അതുകൊണ്ട് ഇവിടെ നടക്കാൻ പാകമായ വിരലുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കൺപീലികൾ മണൽ കാറ്റടിക്കുമ്പോൾ ഈ മണൽ കാറ്റ് മുഖത്തേക്ക് അടിച്ച് കണ്ണിൽ കയറാതിരിക്കുവാൻ ദൈവം വിശറി പോലെ നമുക്ക് കൺപീലികൾ തന്നിരിക്കുക. ഈ ചൂടുകാറ്റ് നാസാദ്വാരത്തിലേക്ക് കയറാതിരിക്കുവാൻ അടഞ്ഞ മൂക്കുകൾ നമുക്ക് നൽകിയിരിക്കുക. അപ്പോൾ ഈ കൂനോ അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക, മകനെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൂന് ഈ മരുഭൂമിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. എപ്പോഴും നമുക്ക് ആഹാരവും വെള്ളവും ലഭിക്കുകയില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മുതുകത്ത് ദൈവം ഈ കൂന് തന്നിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്കുണ്ട്. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഈ കൂന്? ദൈവമേ, എനിക്ക് മാത്രം എന്താ ഈ സങ്കടം? ദൈവമേ, എൻ്റെ പ്രശ്നങ്ങൾ മാത്രം എന്താ തീരാത്തത്? ഇതിനെല്ലാം കൃത്യമായ ഉത്തരം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നമ്മുടെ തലമുറയുടെ മുൻപിൽ വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കണമെങ്കിൽ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന, സ്വയം ആത്മീക വർധനവ് വരുത്തുന്നവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരും നിത്യജീവനെ ആഗ്രഹിക്കുന്നവരും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരുമായിട്ട് നാം ആയിത്തീരുമ്പോൾ മാത്രമാണ് നമ്മുടെ തലമുറയുടെ മുൻപിൽ ഈ പെരുന്നാളുകളെല്ലാം മാതൃകയാകുക. അല്ലെങ്കിൽ നാമും വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോകും. എബ്രായ ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും ഇങ്ങനെ കേൾക്കുന്നു, എല്ലാ വർഷവും അറിയുന്നു, ഇഷ്ടംപോലെ വചന ശുശ്രൂഷകൾ നമ്മൾ കടന്നു പോകുന്നു, ദൈവവചനത്തെ ധ്യാനിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയാ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക എന്നത് ആവശ്യമാകുന്നു. കേൾവിക്ക് ഒരു കുറവുമില്ല, കേൾവിക്ക് യാതൊരു കുറവുമില്ല. നാളുകൾക്ക് മുൻപേ നമ്മൾ ആളുകളെയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത്, എനിക്ക് തോന്നുന്നു അനേക പരിശുദ്ധ പിതാക്കന്മാർ, സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ, വലിയ വലിയ പിതാക്കന്മാരൊക്കെ കടന്നു വന്ന് ശുശ്രൂഷ നടത്തിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പള്ളി. കാരണം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ് ഈ പള്ളിയിൽ എങ്ങനെ പോയാലും അനേക പിതാക്കന്മാർ കടന്നു വന്ന അന്ന് കാലം തൊട്ട് നമ്മൾ കേൾക്കുക. ഈ കേൾക്കുന്നത് എങ്ങും കെട്ടിക്കിടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? അത് വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോകുകയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പറയുന്നുണ്ട്: ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? കർത്താവിൽ നിന്ന് അപ്പോസ്തലന്മാർ കേട്ടു, ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാർ കേട്ടു, പ്രവാചകന്മാർക്ക് ശേഷം കർത്താവ് തമ്പുരാൻ നേരിട്ട് വന്നു, അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുത്തു, പരിശുദ്ധാത്മാവിൽ അവർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ഇത്ര വലിയ രക്ഷ നാം ഇനിയും ഗണ്യമാക്കാതെ പോയാൽ ഇനി ഒരു പെരുന്നാളിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ല. കാരണം കഴിഞ്ഞ പെരുന്നാളിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോട് കൂടെ ഇല്ല എന്നതാണ് സത്യം. അവരിൽ നിന്നൊന്നും യോഗ്യത കൂടുതൽ നമുക്കില്ല. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകി തന്നത്? ക്രൂശിലൂടെയാണ് കർത്താവ് നമുക്ക് നേടിത്തന്നത് രക്ഷ. എങ്ങനെയാണ് കർത്താവ് ക്രൂശിൽ? എന്തായിരുന്നു ക്രൂശ് മരണത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം? എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം: മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും കർത്താവ് വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, നമുക്ക് ഈ വാക്യം പരിചയമല്ല, പക്ഷെ പ്രാർത്ഥനയോത്തിന് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ പാട്ട് പരിചയമാണ്, അല്ലേ? മരണാധികാരി ആയിടുന്ന പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാ. ഒന്നാമതായി ക്രൂശിൽ നിന്നുള്ള രക്ഷ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ സ്വന്തം രക്തത്തെ ചിന്തിയായിരുന്നു. 2, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, താൻ തന്നെ പരീക്ഷിതനായി പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ പരീക്ഷയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളതാണ്. 3, ഈ ക്രൂശിലെ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളതാണ്.
എന്നാൽ ഇതിനെ തെറ്റി നാം എങ്ങനെ ഒഴിയും? ഇങ്ങനെ തെറ്റി ഒഴിയാൻ നോക്കിയ ആളാണ് യോന. എന്നിട്ട് എവിടെ വരെ ചെല്ലാൻ സാധിച്ചു? ആവണക്കിന്റെ ചുവട് വരെ, അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ വരെ. ഇതിനപ്പുറത്ത് ഓടി ഒളിക്കാൻ ആർക്ക് സാധിച്ചില്ല. കപ്പലിനകത്ത് ഒളിക്കാമെന്ന് കരുതിയ യോന കപ്പലിൽ നിന്ന് എറിയപ്പെട്ടപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ചെന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് വീണ്ടും ഭൂമിയുടെ ആശ്വാസമായിട്ട് ആവണക്കിന്റെ ചുവട്ടിൽ ഒളിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? കാരണം ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ ഞാനും നിങ്ങളും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് കർത്താവേ എൻ്റെ ഉള്ളിൽ ബോധ്യം തരണമേ, തിരുസന്നിധി വിട്ട് എനിക്ക് ഓടാൻ ഒരു സ്ഥലവും ഇല്ല. ഞാൻ എവിടേക്ക് ഓടും? എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ പലരുടെയും ഓട്ടം പരിധി വിട്ടുള്ള ഓട്ടമല്ലേ? ക്രിസ്തീയ ജീവിതത്തിന് ചേരാത്ത ഓട്ടങ്ങൾ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാകാറുണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് നമുക്കെല്ലാം അറിയാം, നമുക്ക് എന്ന് തൊട്ട് ഈ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുകയാണ്, എന്ന് തൊട്ട് വചനത്തെ കേൾക്കുകയാണ്, നമുക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ യൂദാലേഖനത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകണം. യൂദാലേഖനത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് ലേഖനകർത്താവ് പറയാണ്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത്, നിങ്ങളോ സകലതും അറിഞ്ഞു എന്ന് പറയുന്നു. ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം അറിയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മര്യാദകൾ അറിയാം. എങ്കിലും ഓർക്കുക, ഒന്ന്, ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ അവൻ നശിപ്പിച്ചു. എല്ലാം അറിയാമെന്ന് പറയുമ്പോഴും ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? കർത്താവ് ശിക്ഷിച്ചു. രണ്ടാമത് പറയാ, തങ്ങളുടെ വാഴ്ച കൈക്കൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായിട്ട് എന്നേക്കുമുള്ള ചങ്ങലയിലിട്ടു. മൂന്നാമതായിട്ട് പറയാണ്, സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചു. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാം അറിയാം, സകലവും ഒരിക്കൽ അറിഞ്ഞിട്ടും വീണ്ടും തെറ്റിപ്പോയാൽ. നമ്മൾ ഓരോരുത്തരും പറയുന്നത് നമുക്കിതെല്ലാം, ഈ വന്ന് പറയുന്നവരുടെ എല്ലാം ഭാഷാ പ്രയോഗങ്ങളല്ലാതെ പുതിയ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം നമുക്കറിയാം. പക്ഷെ കർത്താവ് പറയാ, ഒരിക്കൽ അറിഞ്ഞിട്ട് വീണ്ടും തെറ്റിപ്പോയാൽ ജനത്തെ പിന്നത്തേതിൽ കർത്താവ് നശിപ്പിച്ചു. ആ ജനത്തെ നശിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? ആർത്തിമാറാത്ത ജനം. എത്ര പ്രാവശ്യം എവിടെയെല്ലാം വെച്ച് നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചിരിക്കുന്നു. എന്നാലും പലപ്പോഴും ദൈവജനത്തിന് എന്താ സംഭവിക്കുക? മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ജനം യഥാർത്ഥത്തിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? 800 ചില്ലുവാനം കിലോമീറ്റർ, 837 കിലോമീറ്ററേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവരുടെ നടപ്പ്. ആഞ്ഞു പിടിച്ചാൽ ദിവസങ്ങൾ കൊണ്ട് ചെല്ലാവുന്ന ദൂരം മാത്രം. പക്ഷെ അവർ നടന്നത് എത്ര വർഷമായിരുന്നു? 40 വർഷം. അവർ നടന്നത് 40 വർഷം. കാരണം അനുസരണക്കേട്, കാരണം ജനത്തിന്റെ അനുസരണക്കേട്. ആ പോക്കിന്റെ വഴിയിൽ അനേകരും മരണപ്പെട്ടു, കനാൻ കാണാതെ നശിച്ചുപോയി. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് പലതും കൈയുടെ അടുത്ത് വരെ എത്തിയിട്ട് കിട്ടാതെ പോകും. പലതും അടുത്ത് വരെ എത്തിയിട്ട് ഒരുപക്ഷെ നമ്മുടെ അനുസരണക്കേടോ, നമ്മുടെ മാതാപിതാക്കളുടെ അനുസരണക്കേടോ, നമ്മുടെ മക്കളുടെ അനുസരണക്കേടോ, എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ അടുത്ത് വരെ വന്നിട്ടും എനിക്കത് കിട്ടാത്തതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ഇസ്രായേലിനെ ശിക്ഷിച്ചത് എങ്ങനെയാണ്? മാറാവ്യാധികൾ കൊണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ കാണാം. 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കാട ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോഴും അവർ പരസ്പരം അസൂയപ്പെട്ടു. കാട ഇറച്ചി അവരുടെ പല്ലിന്റെ ഇടയ്ക്കിരിക്കുമ്പോഴും അവർ പരസ്പരം അസൂയപ്പെട്ടു. ദൈവജനത്തിന്റെ രണ്ടാമത്തെ വീഴ്ച. ഒന്നാമത്തെ വീഴ്ച അനുസരണക്കേട്, രണ്ടാമത്തെ വീഴ്ച അസൂയ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരെപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പരിഭവിച്ചുകൊണ്ടേയിരുന്നു. അവരിങ്ങനെ കംപ്ലൈന്റുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എപ്പോഴും കംപ്ലൈന്റുകളാണ്. നമ്മൾ ഓർത്ത് നോക്കിക്കേ, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളിൽ വലിയൊരു കംപ്ലൈന്റുകളുടെ കൂമ്പാരമാണോ നമ്മൾ? എപ്പോഴും പരാതിയാ, തന്നത് പോരാ, തന്നത് പോരാ എന്ന് പറഞ്ഞ് നമ്മൾ കരയുമ്പോൾ ചിന്തിക്കുക, എനിക്ക് തന്നതാണോ പോരാത്തത്? എന്നേക്കാൾ കൂടുതൽ വേറെ ആർക്കേലും ഉള്ളതാണോ എൻ്റെ പ്രശ്നം?
എനിക്ക് ജോലി കിട്ടാത്തതാണോ എൻ്റെ പ്രശ്നം? എൻ്റെ കൂടെ പഠിച്ച മറ്റുള്ളവർക്ക് ജോലി കിട്ടിയതാണോ എൻ്റെ പ്രശ്നം? എനിക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റാത്തതാണോ എൻ്റെ പ്രശ്നം? എൻ്റെ അടുത്തുള്ള വീട്ടിലെ കൊച്ച് ഓസ്ട്രേലിയ പോയതാണോ എന്താണ് എൻ്റെ കുഴപ്പം? എനിക്ക് കാർ ഇല്ലാത്തതാണോ എൻ്റെ കുഴപ്പം? അതോ മറ്റൊരാൾക്ക് അത് ഉള്ളതാണോ എൻ്റെ കുഴപ്പം? ഇറച്ചി പല്ലിനിടയിലിരിക്കുമ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന സ്വഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇവിടെ പറയാണ്, ദൈവജനം അനേകം പേർ വാഗ്ദത്ത ദേശം അവകാശമാക്കിയില്ല. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ അസൂയയുടെ ആത്മാവ്, പരാതിയുടെ ആത്മാവ് നമ്മളിൽ നിന്നില്ലാതെയാകണം. വീണ്ടും അനേകർ മരിച്ചുപോയി. മൂന്നാമത് അവർക്ക് കിട്ടിയ ശിക്ഷ, തീവ്രമായ പാമ്പുകളെ അവരുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടു. ദൈവത്തിനും മോശയ്ക്കുമെതിരെ ഇസ്രായേൽ ജനം പിറുപിറുത്തു. അവർ പലപ്പോഴും പറഞ്ഞു, ഞങ്ങൾ മടുത്തു, ഞങ്ങൾ ഈ ആഹാരം മടുത്തു, ഞങ്ങൾ ഈ നടത്തം മടുത്തു. നമ്മളും ജീവിതത്തിൽ അങ്ങനെ പരാതി പറയാറുണ്ട്. They grumbled against God എന്നാ പറയാ. അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. നമ്മളൊന്ന് ചോദിച്ചു നോക്കിക്കേ, ഒരിക്കൽ രക്ഷപ്പെട്ടിട്ട് അല്ല, എത്ര പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും പിറുപിറുപ്പ്, ജീവിത പങ്കാളിയോടുള്ള പിറുപിറുപ്പ്, മക്കളോടുള്ള പിറുപിറുപ്പ്, ദേവാലയത്തോടുള്ള പിറുപിറുപ്പ്, ഞാനായിരിക്കുന്ന പ്രാർത്ഥനായോഗത്തിലുള്ള പിറുപിറുപ്പ്, എവിടെ കൂടിയാലും ഒരു പിറുപിറുപ്പ് ഉണ്ടായപ്പോഴാണ് അനേക തീവ്ര പാമ്പുകൾ അവരുടെ ഇടയിൽ വന്ന് അനേകർ ആ വഴിയിൽ വെച്ച് മരിച്ചുപോയി. കനാൻ അവകാശമാക്കിയില്ല. 4, ഭൂമി പിളർന്ന് കുറേ പേർ താഴേക്ക് പോയി. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തില് കോരഹും 250 പേരും മോശയ്ക്കെതിരെയും അഹറോനെതിരെയും ദൈവത്തിന്റെ അധികാര കൊടുക്കലിനെതിരെയും പിറുപിറുത്തു. ഭൂമി പിളർന്ന് ദൈവം മുൻപാകെ ഈ ചോദ്യം ചെയ്തവർ ഭൂമിയുടെ ഇടയിലേക്ക് താഴേക്ക് പോയി. പലപ്പോഴും ക്വസ്റ്റ്യനിങ്, ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യൽ, ആരെ കണ്ടാലും ചോദ്യം ചെയ്യൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ആരോ ആണ്. എല്ലാവരെയും ചോദ്യം ചെയ്യാൻ ഞാൻ ആരോ ആണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ള ആ ത്വര ഉണ്ടാകുന്നത്. വീട്ടിൽ ആരെന്ത് ചെയ്താലും ചോദ്യം ചെയ്യും, നാട്ടിൽ ആരെന്ത് ചെയ്താലും എനിക്ക് ചോദ്യം ചെയ്യണം. പലരും കനാൻ അവകാശമാക്കിയില്ല. എന്ത് സംഭവിച്ചു? ഭൂമി പിളർന്ന് അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. 5-മത്തെ, പലരും കനാൻ അവകാശപ്പെടാത്തത്, അവര് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി. എങ്ങനെ? മോശ മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, മോശയെ കാണാതെ വന്നപ്പോൾ, മോശ കൽഫലം കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിനെ ആരാധിക്കുന്നതാണ്. ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെങ്കിലും സ്നേഹിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ദൈവത്തെക്കാൾ കൂടുതൽ എൻ്റെ സൗന്ദര്യത്തെ, ദൈവത്തെക്കാൾ കൂടുതൽ എൻ്റെ ആരോഗ്യത്തെ, ദൈവത്തെക്കാൾ കൂടുതൽ എൻ്റെ പണത്തെ, ദൈവത്തെക്കാൾ കൂടുതൽ അധികാരത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ കനാൻ കാണാൻ സാധിക്കുകയില്ല. ഒന്നാമത് പറയാണ്, അനുസരണമില്ലാത്ത ജനം. മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട അനുസരണമില്ലാത്തത് കൊണ്ട് കനാനിലെത്തിയില്ല. അതുകൊണ്ടാണ് ശ്ലീഹ നമ്മളോട് പറയുന്നത്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, ഒരിക്കൽ അറിഞ്ഞിട്ട് വീണ്ടും തെറ്റിപ്പോയവരെ ദൈവം ശിക്ഷിച്ചു. ആർത്തിമാറാത്ത ജനത്തെ ദൈവം ശിക്ഷിക്കുകയാണ്. രണ്ടാമത് പറയുകയാണ്, അധികാരമോഹം മാറാത്ത ജനം. അധികാരമോഹം മാറാത്ത ജനമാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അധികാരമോഹം മാറാത്ത ജനം. ഈ വിശുദ്ധ യൂദയുടെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, തങ്ങളുടെ വാഴ്ച കാഴ്ത്തുകൊള്ളാത്ത സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സ്വർഗത്തിൽ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് 12 വൃന്ദം മാലാഖമാരുണ്ടായിരുന്നു. മാലാഖമാർക്ക് സ്വർഗത്തിൽ സകല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവർക്ക് പറക്കാനും അത്ഭുതങ്ങളെ ചെയ്യാനും ഒരു സമയത്ത് പലയിടത്ത് പ്രത്യക്ഷപ്പെടാനും ഒക്കെ. അപ്പോൾ ഒരു കൂട്ടം മാലാഖമാർക്കൊരു തോന്നലുണ്ടായി, നമ്മൾ എന്തിന് നമ്മളും ദൈവത്തെ പോലെ സുന്ദരന്മാരാണ്, നമുക്കും ദൈവത്തെ പോലെ കഴിവുകളുണ്ട്. അതിൻ്റെ തലവനായിരുന്നു ലൂസിഫർ. സ്വർഗത്തിൽ ഒരു റിബല്യൻ ഉണ്ടായി, അവിടെ ഒരു യുദ്ധം ഉണ്ടായി. മീഖായേൽ ഊരിപ്പിടിച്ച വാളുമായി ലൂസിഫറിനെയും സംഘത്തെയും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് വെട്ടിയിട്ടു. അവര് വന്ന് വീണത് എവിടെയാണ്? അവര് വന്ന് വീണ സ്ഥലം പിന്നീട് ഭൂമിയായിട്ട് മാറുകയും ചെയ്തു, അല്ലെ? ഭൂമിയിലേക്ക് അവർ നുഴഞ്ഞു കയറി. അവരുടെ പ്രശ്നം എന്തായിരുന്നു? അധികാരമോഹം മാറാത്ത ജനം.
ആദ്യത്തെ ജനം ആർത്തി മാറാത്ത ജനം, 2 അധികാരമോഹം മാറാത്ത ജനം. പിന്നീട് അവൻ ഈ ഭൂമിയിലെ ജോലി എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് അധികാരമോഹത്തെ ഇങ്ങനെ കുത്തിവെക്കുക. നമുക്കും അങ്ങനെയാണല്ലേ, ചില കസേരകളൊക്കെ വിട്ടുകൊടുക്കാൻ. എന്തിനാ അത് മീറ്റിങ്ങുകളെ പറയുന്നത്? നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ മതി. വീട്ടിലും ഞാൻ ഇങ്ങനെയാണ്, അത് വിട്ടുകൊടുക്കാൻ, അതിൽ നിന്ന് ഒരടി പുറകോട്ട് മാറാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. ആംഗലേയ സാഹിത്യകാരനായിരിക്കുന്ന പാരഡൈസ് ലോസ്റ്റ്, ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റില് അദ്ദേഹത്തിന്റെ ഭാവനയിൽ എങ്ങനെയാണ് മനുഷ്യന് പാരഡൈസ് ലോസ്റ്റ് ആയതെന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് സ്വർഗം നഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറയുകയാണ്, തോട്ടം കാക്കാനും വേല ചെയ്യുവാനുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കിയത്. അപ്പോൾ ഒരിക്കൽ ആദാമിനോട് ഔവ്വ പറയുകയാണ്, തോട്ടം കാക്കാനും വേല ചെയ്യുവാനും നമ്മളെ ഇവിടെ ആക്കിയിട്ട് നമ്മളിങ്ങനെ പോകുന്നിടത്തെല്ലാം ഒന്നിച്ചു പോയാൽ പണി വല്ലോ നടക്കുമോ? അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകൂ, ഞാൻ ഇങ്ങോട്ട് പോകാം. ആദം പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, നമ്മളെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത്. ഹൗവ ആദത്തോട് കലഹിക്കുന്ന നേരത്ത് സാത്താൻ ഹൗവയുടെ അടുക്കലേക്ക് വന്നു. ആദ്യം പറഞ്ഞത്, ഹൗവ നീ കഴിവുള്ളവൾ, നീ സുന്ദരി, നിനക്കിതൊക്കെ സാധ്യമാകും, നിനക്ക് ദൈവത്തെ പോലെ ആകണ്ടയോ? ആരുടെ ആഗ്രഹമായിരുന്നു ദൈവത്തെ പോലെ ആകണമെന്നുള്ളത്? ലൂസിഫറിന്റെ ആഗ്രഹമായിരുന്നു ദൈവത്തെ പോലെ ആകണമെന്ന്. അത് ആരിലേക്ക് കുത്തിവെച്ചു? ഹൗവയിലേക്ക് കുത്തിവെച്ചു. അവിടെയാണ് മനുഷ്യകുലത്തിന്റെ പതനം ആരംഭിച്ചത്. ഇന്നും അധികാരമോഹവും കുതന്ത്രവും നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഈ സാത്താന്റെ തന്ത്രങ്ങളെ, ടെംപ്റ്റേഷനുകളെ, അതിനെ അതിജീവിക്കുവാൻ, പ്രലോഭനത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളും വീണുപോകും. കുടുംബത്തിൽ ശുശ്രൂഷക്കാരനായി തീരാൻ ഒരു അപ്പന് സാധിക്കണം, കുടുംബത്തിൽ ശുശ്രൂഷക്കാരിയായി തീരാൻ അമ്മയ്ക്ക് സാധിക്കണം. ഏതു മേഖലയിലും ശുശ്രൂഷക്കാരായി തീരാനാണ് ഇന്ന് ആളില്ലാത്തത്. എല്ലായിടത്തും കർത്താക്കന്മാരും രാജാക്കന്മാരും നേതാക്കന്മാരും മുൻസ്ഥാനികളും ഉണ്ട്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ശുശ്രൂഷക്കാരനാകാൻ? ഇവിടെ യൂദ ആരംഭിക്കുന്നത് തന്നെ, വിശുദ്ധ യൂദ ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ? ക്രിസ്തുവിന്റെ ദാസനായ, അല്ലെങ്കിൽ കർത്താവിന്റെ കസിനായ, അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യനായ എന്നല്ല, ക്രിസ്തുവിന്റെ ദാസനായ. ഒന്ന് ദാസനാവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ അഹങ്കാരവും അധികാരവും ഒക്കെ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണതുപോലെ ശിക്ഷ ലഭിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു എന്ന്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു? ഈ ചോദ്യം നമ്മളോട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെയാണ് വീണത്? നാം നമ്മളോട് തന്നെ ചോദിക്കണം, ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് പലപ്പോഴും വീണത്? 3 തരത്തിലുള്ള വീഴ്ചകളുണ്ട് കേട്ടോ. ഒന്നാമത്തെ വീഴ്ച, എൻ്റെ കർത്താവ് എനിക്ക് അറിഞ്ഞുകൊണ്ട് തരുന്ന വീഴ്ചകളാ. എന്തിനു വേണ്ടി? എന്നെ കൂടുതൽ ചെത്തി വെടിപ്പാക്കാൻ, എന്നെ കൂടുതൽ മനോഹരമാക്കാൻ, എന്നെ ശോധനകളിൽ കൂടി കടത്തിവിട്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാവുന്നവനായി കഴിയുമ്പോൾ അവന് ജീവന്റെ കിരീടം കൊടുക്കുവാൻ വേണ്ടി ജീവിതത്തിന്റെ കഷ്ടതയിൽ കൂടിയും പ്രതിസന്ധിയിൽ കൂടിയും കടത്തിവിടുന്ന കർത്താവ് അറിയുന്ന എൻ്റെ വീഴ്ച. ലോകരെല്ലാം അത് വീഴ്ചയാണെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. രണ്ടാമത്തെ വീഴ്ച എന്താണെന്നറിയോ? അതിൻ്റെ ബലഹീനതകൾ കൊണ്ടുണ്ടാകുന്ന വീഴ്ചയാ. നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ എടുത്തു നോക്കാം. കുടുംബജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ സമയങ്ങളിൽ നാം കൂടുതൽ സമയം എന്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും? നമ്മൾ വേദോസ്തവം വായിച്ചുകൊണ്ടിരിക്കുകയാണോ? കുടുംബജീവിതത്തിൽ എൻ്റെ കൂടുതൽ സമയം, ഞാൻ മുഴുവൻ സമയം അല്ല, നമ്മൾ കൂടുതൽ സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ചോദിക്കാൻ വന്നാൽ, കുഞ്ഞ് അവിടെങ്ങാനും പോയി 4 അക്ഷരം, അവിടെങ്ങാനും പോയി 4 അക്ഷരം വായിക്കാൻ നോക്ക്, ഇല്ലേ? പഞ്ചസാര തീർന്നു, പഞ്ചസാര തീർന്നു, പഞ്ചസാര തീർന്നു എന്ന് 15 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാറില്ല? വരുക, അല്ലേ? ചായ വേണം, ചായ വേണം എന്നൊരു 20 പ്രാവശ്യം പറയുമ്പോഴാണ് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് ഇരുന്നതേ. ഇത് തന്നെയാണ് നമ്മുടെ മക്കളും ചെയ്യുന്നത്. നമ്മുടെ മക്കളും എന്തേ ചെയ്യുന്നുള്ളൂ? സ്കൂളിൽ നിന്ന് വരുന്നുടനെ ഒറ്റ ആഗ്രഹമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അപ്പനെയും അമ്മയും കാണാനൊന്നുമല്ല ഇന്ന് പലരും സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട്. മമ്മിയോട് എന്തെങ്കിലും ചോദിക്കുന്ന, മമ്മി ആ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബലഹീനത എന്താണോ അതിൽ കൂടെ മാത്രമേ സാത്താൻ കയറുള്ളൂ. ചിലർക്ക് ഈ ഒരു ബലഹീനതയില്ല. അന്നേരം അവരുടെ ബലഹീനത എന്താണെന്നറിയോ? 1 പറഞ്ഞ് 2 പൊട്ടിത്തെറിക്കും.
അപ്പൊ സാത്താൻ ഏത് ബലഹീനതയിൽ കൂടെ കയറുള്ളൂ? ആ ദേഷ്യം എന്ന ബലഹീനതയിൽ കൂടെ കയറുള്ളൂ. ഓരോരുത്തരുടെയും, ചിലർക്ക് മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണോ? വല്ലാത്ത അസൂയയാണ്. അപ്പൊ അവരുടെ ബലഹീനത അത് മനസ്സിലാക്കിയ സാത്താൻ പലപ്പോഴും ഇതെല്ലാം ഉണ്ടാക്കുന്ന എന്താണെന്നറിയോ? ഈ കലഹത്തിന് ശേഷം ഈ കലഹിക്കുന്നവന് തന്നെയാണ് സങ്കടം. ഈ വഴക്കിന് ശേഷം വഴക്കിടുന്നവർക്ക് തന്നെയാണ് സങ്കടം. ഓരോ ദിവസവും നമ്മൾ എന്നിട്ട് പറയും, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോട്, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റവും അടുത്തായതെനി. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ആയുസിൻ്റെ ഒരു ദിവസം കൂടെ, എൻ്റെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. അതിനുശേഷം ഈ കല്ലറയുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കൂടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബലഹീനതയുടെ അകത്തൂടെയാണ് പിശാച് കയറുന്നത്. സഹോദരന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും വീട്ടിലെ ചോദ്യം, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഇത് മനുഷ്യകുലത്തിന്റെ വീഴ്ചയാണെന്നാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് ഭൂമിയിൽ വന്നവൻ ഈ ബലഹീനതയിൽ കൂടിയാണ്, നമ്മുടെ വീക്ക്നെസ്സിൽ കൂടെ മാത്രമേ നമ്മുടെ വീട്ടിനകത്ത് കയറുള്ളൂ. ഓരോരുത്തരുടെയും വീക്ക്നെസ് വ്യത്യസ്തമെന്ന് മാത്രം. മൂന്നാമത്തെ വീഴ്ച അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന വീഴ്ച. എന്തോ ഒരു നാളായിട്ട് ഇതെല്ലാം കേൾക്കുക, ഈ കേൾക്കുന്നതല്ലാതെ എനിക്ക് പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അശ്രദ്ധയാത്. ഈ സന്ധ്യ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ ചിട്ടയുള്ളതാകണമെന്ന് ഞാൻ ഓർമ്മ വെച്ച നാള് തൊട്ട് കേൾക്കുകയാണ്. കയർത്ത് സംസാരിക്കരുതെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ഞാൻ ഓർമ്മ വെച്ച നാള് തൊട്ട് കേൾക്കുകയാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണമെന്ന് ഞാൻ ഓർമ്മ വെച്ച നാൾ തൊട്ട് കേൾക്കുകയാണ്. എൻ്റെ ആരാധനയിൽ അലസതയില്ലാതെ നിൽക്കണമെന്ന് ഞാൻ ഓർമ്മ വെച്ച അരുണോദയപുത്രനായ ശുക്ര, നീ ഏതിൽ വീണുവെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചു നോക്കുക. ശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ചോദ്യം അതാണ്. മൂന്നാമത്തെ ചോദ്യമാണ് വിശുദ്ധ യൂദാണ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ എക്സാമ്പിൾ ആയിട്ട് കിടക്കുന്നു. ആര്? സോദോം ഗൊമോറ. അവരെന്ത് ചെയ്തു? അവര് ദുർനടപ്പ് ആചരിക്കുകയും അന്യജഡം മോഹിച്ച് നടക്കുകയും ചെയ്തു. ദുർനടപ്പ് ആചരിക്കുകയും അന്യജഡം മോഹിച്ച് നടക്കുകയും ചെയ്തു. അവരെ എങ്ങനെയാണ് യഹോവയാം ദൈവം ശിക്ഷിച്ചത്? നമ്മൾ മലയാളത്തിൽ പറയും, തീയും ഗന്ധകവും അയച്ച് ആ ദേശത്തെ ശിക്ഷിച്ചു. ഒരു പട്ടണത്തെ അല്ല, 5 പട്ടണത്തെ. സോദോം, ഗൊമോറ, അദ്മ, സെബോയിം, സോവർ, 5 പട്ടണത്തെ എങ്ങനെയാ? തീയും ഗന്ധവും. തീയും ഗന്ധവും എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. ശരിക്കും സൾഫർ, തീ, ഈ 2 മഴയും ഒന്നിച്ച്, കെമിക്കൽ മഴ ഒരു വശത്തൂടെ, മറ്റൊരു വശത്ത് തീ മഴ. ഇവിടെ നല്ല മഴ പെയ്തിട്ട് തന്നെ ഇവരൊക്കെ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, സന്ധ്യയ്ക്ക് മഴയൊന്നും പെയ്യല്ലേ. ആൾക്കാരൊക്കെ നല്ല മനോഹരമായ തണുത്ത മഴ പെയ്തിട്ട് നമുക്ക് സഹിക്കാൻ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് തീ മഴ വിട്ട് യഹോവയാം ദൈവം സോദോമിനെയും ഗൊമോറയെയും ചുറ്റുമുള്ള 5 പട്ടണങ്ങളെയും നശിപ്പിച്ചു. അവർക്ക് വേണ്ടി ഇടുവിൽ നിന്ന് അബ്രഹാം എന്നൊരു നീതിമാൻ യഹോവയാം ദൈവത്തിന്റെ മുൻപിൽ മധ്യസ്ഥത യാചിച്ചിട്ട് ചോദിച്ചു, ഈ ദേശത്ത് ഞാൻ 50 പേരെ കൊണ്ടുവരട്ടെ. എന്തായിരുന്നു അവർ ചെയ്ത? അവരുടെ ദുർനടപ്പ്, അവരുടെ ലൈംഗിക ദുർനടപ്പ്, അവരുടെ പ്രകൃതി വിരുദ്ധ മോഹങ്ങൾ, അവരുടെ അഹങ്കാരം, അവരുടെ ധൂർത്ത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ആത്മശോധന ചെയ്താൽ, കർത്താവേ, എൻ്റെ ബന്ധങ്ങളിൽ എൻ്റെ ജീവിതം, എൻ്റെ ദുർനടപ്പ് എങ്ങനെയാണ്? അപ്പം നമ്മൾ പറയും, പരസ്യമായിട്ട് ദുർനടപ്പൊന്നും ഉള്ളവര് പരസ്യമായിട്ട് ദുർനടപ്പുള്ളവരൊന്നും. അതുകൊണ്ടാ സങ്കീർത്തനക്കാരും പ്രാർത്ഥിച്ചത്, കർത്താവേ, രഹസ്യകാര്യങ്ങളിൽ നീ എന്നെ കുറ്റം വിധിക്കരുതേ എന്ന്. എൻ്റെ കാഴ്ചകൾ എന്താണെന്ന് എൻ്റെ ഫോണൊന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ കയറി വരും, ഞാൻ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. മറ്റൊരാളിനെ കാണുമ്പോൾ എന്തർത്ഥത്തിലാണ് ഞാൻ നോക്കുന്നതെന്ന്, എൻ്റെ ദുർനടപ്പ്
എൻ്റെ അഹങ്കാരം, എൻ്റെ അസൂയ, സോദോമിനെയും ഗൊമോറയെയും ദൈവം നശിപ്പിച്ചു എന്നാ പറയുന്നത്. അഹങ്കാരവും അസൂയയും ആത്മാവിനെ നശിപ്പിക്കുന്ന ക്യാൻസറാ. എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എങ്ങനെയാ? എന്നിട്ട് പ്രാർത്ഥനയോഗത്തിൽ നമ്മൾ ഇരുന്ന് പാടും, ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. നമ്മൾ പാടാറില്ലേ? ബന്ധങ്ങളിലും കർമ്മങ്ങളിലും നമ്മൾ ആരായിരിക്കണം? വിശുദ്ധന്മാർ പറയുക, ദൈവത്തിൻ്റെ ജീവനുള്ള സാക്ഷികളാകണം നമ്മൾ. ചേർന്ന് പാടാം. ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാ ദിവസവും എല്ലാം എല്ലാം ദാനമാണ്. ഇതൊന്നും എൻ്റെ അല്ല. എൻ്റെ ദുർനടപ്പുകൾ, എൻ്റെ ദോഷ സംസാരങ്ങൾ. ചിലർക്ക് ദോഷ സംസാരങ്ങളും ദോഷ നാവുകളും ഉണ്ട്. ഇവിടെ പറയാണ്, ഈ ദേശത്ത് 50 നീതിമാന്മാരെ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് അബ്രഹാം പറഞ്ഞു. യഹോവയാം ദൈവം തലയാട്ടിയിട്ട് പറഞ്ഞു കൊണ്ടുവരാൻ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അബ്രഹാം വന്നിട്ട് ചോദിച്ചു, 45 പേരെ കൊണ്ടുവരട്ടെ? കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, യഹോവ എന്നോട് കോപിക്കരുതേ, ഞാൻ 40 പേരെ കൊണ്ടുവരട്ടെ? പിന്നെ വീണ്ടും ഭയത്തോടെ അബ്രഹാം ചോദിച്ചു, ഞാൻ 30 പേരെ കൊണ്ടുവരട്ടെ? വീണ്ടും ആരുമില്ല, 20 പേരെ കൊണ്ടുവരട്ടെ? എന്തിന്? ദേശത്തൊരു 10 നീതിമാന്മാരെ പോലും എടുക്കാനില്ല. അതാണ് സോദോമിൻ്റെയും ഗൊമോറയുടെയും വീഴ്ച. ആകയാൽ പ്രിയമുള്ളവരെ, സോദോം വീണതല്ല നമ്മൾ ദുഃഖിക്കേണ്ടത്. ഈ ദേശത്ത് എൻ്റെ ദൈവം എന്നോട് ചോദിക്കുക, നീതിമാന്മാരായി നമ്മളിൽ എത്ര പേരുണ്ട്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുക, എൻ്റെ നിമിത്തമാണോ എൻ്റെ കുടുംബം വീണു പോകാൻ പോകുന്നത്? എൻ്റെ നിമിത്തമാണോ എൻ്റെ തലമുറ വീണു പോകാൻ പോകുന്നത്? എൻ്റെ നിമിത്തമാണോ എൻ്റെയും എൻ്റെ കുടുംബവും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്? കണ്ണുനീരോടുകൂടി ആത്മതപനം ചെയ്ത് പ്രാർത്ഥിച്ചില്ല എങ്കിൽ സോദോമിനെയും ഗൊമോറയെയും പോലെ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് എഫ്രൈമിൻ്റെ ഗീതം നമ്മൾ ചൊല്ലുന്നത്. എന്നും പ്രഭാതത്തിലും സന്ധ്യയിലും നമ്മൾ ചൊല്ലുന്നത്, ഒളിവായി നോക്കിയിടാതെ അടിയൻ്റെ കണ്ണുകളെയും വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതുകളെയും നീ കേൾക്കണമേ. എൻ്റെ അധരങ്ങൾക്കെന്നും കാവലായിട്ട് നിൽക്കണമേ എന്നും എൻ്റെ ഉള്ളിൽ ദോഷം ചെയ്യാനുള്ള ചിന്തകൾ ഉണ്ടാകരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നാലാമത് സ്ലീഹ ഓർമ്മിപ്പിക്കുന്ന കാര്യം വിശുദ്ധ യൂദാലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. മോശയുടെ മരണസമയത്ത്, നമുക്കെല്ലാവർക്കും അറിയാം, മോശയുടെ മരണസമയത്ത് മോശയുടെ ആത്മാവിനെ വഹിക്കുവാൻ വേണ്ടി ആര് കടന്നു വന്നു? മീഖായേൽ കടന്നു വന്നു. അതോടൊപ്പം തന്നെ സാത്താന്റെ സൈന്യവും മീഖായേലിന്റെ കയ്യിൽ നിന്ന് മോശയുടെ ശവശരീരത്തെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. കാരണം എന്താണ്? അവന് നേരെ വിധി ചൊല്ലി, ഇവൻ മിഥ്യാനനെ കൊന്നവനാണ്, ഒരു കൊലക്കുറ്റമുണ്ട്. എന്നാൽ മീഖായേൽ ദൈവപുരുഷനായ മോശയുടെ ആത്മാവിനെ ചേർത്ത് പിടിച്ചിട്ട് കർത്താവിന്റെ നാമത്തിൽ ബത്സിക്കുക മാത്രമാണ് ചെയ്തത്, ദുഷിക്കുകയല്ല ചെയ്തത്, ബത്സിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഇവരോ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയാണ്, ദുരുപദേശക്കാരെ കുറിച്ച് പറയാണ്, തങ്ങൾ അറിയാത്തവയെല്ലാം ദുഷിക്കുന്നവരാണ്. വീണ്ടും പറയാണ്, ബുദ്ധിയില്ലാത്ത മൃഗത്തെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നതിലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നവരാണ്. 1-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ ഇവരോ തങ്ങൾ അറിയാത്തതിനെല്ലാം ദുഷിക്കുന്നവരാ. നമ്മളോട് തന്നെ ചോദിച്ചേ, നമുക്കറിയാത്ത, ബുദ്ധിക്ക് നിരക്കാത്ത എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അഭിപ്രായമുണ്ട് അല്ലേ? നമുക്കറിയാത്ത ഒരു രോഗിയെ കാണാൻ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ എല്ലാം കണ്ടു, പാട്ടും കഴിഞ്ഞു, പ്രാർത്ഥനയും കഴിഞ്ഞു, ആശ്വാസവും കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എന്ത് നമ്മൾ പറയും? പ്രാർത്ഥിക്കാം അമ്മാമേ, പ്രാർത്ഥിക്കണം. അപ്പം അവർ തിരിച്ചു പറയും പ്രാർത്ഥിക്കണം. അപ്പം നമ്മളാണ് ദീർഘശ്വാസം വിട്ടിട്ട് പറയുന്നത്, ഞങ്ങളുടെ അമ്മാച്ചനും ഇതുപോലെ ആയിരുന്നു, പക്ഷെ 1.5 മാസമേ ജീവിച്ചുള്ളൂ.
നമ്മൾ അറിയാത്ത എല്ലാ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. 2, നമ്മളെക്കാൾ കൂടുതൽ പലർക്കും ഉള്ളതിനെ നോക്കി ദുഷിക്കുന്നവരാണ് നമ്മൾ. മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ ദുഷിക്കും, എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ ആരെങ്കിലും അടുത്ത ഭരണസമിതി ചെയ്താൽ നമ്മൾ ദുഷിക്കും. ആരെന്നെ കൂടുതൽ നല്ലത് ചെയ്താലും ബുദ്ധിയില്ലാത്ത മൃഗത്തെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നതൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അവർക്ക് അയ്യോ കഷ്ടം. കാരണം അവർ കയ്യിൻ്റെ വഴികളിൽ നടക്കുകയും ബിലയാമിൻ്റെ വഞ്ചനകളിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നവരാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ പിശാചിനെ പോലും മുഖ്യദൂതനായ മീഖായേൽ യേശുവിൻ്റെ നാമത്തിൽ ബത്സിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളോ എല്ലാത്തിനും ഒപ്പം. ഒരു ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് വീട്ടിൽ പരസ്പരം യുദ്ധം ചെയ്യാനാ, അല്ലേ? യുദ്ധം ചെയ്യാനാ. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ പലപ്പോഴും നിൽക്കുക. എന്നാൽ ഇവിടെ പറയാണ് അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴികളിൽ നടക്കുന്നവരാണ്. എന്താണ് കയ്യിൻ്റെ വഴി? കയ്യിൻ്റെ വഴി സഹോദര സ്നേഹമില്ലാത്ത വഴിയാ, കടമകളെ ലംഘിച്ച വഴിയാ. മാതാപിതാക്കളോടുള്ള കടമകളെ ലംഘിച്ചവനാണ് കയ്യൻ. സഹോദരനോടുള്ള കടമകളെ ലംഘിച്ചവനാണ് കയ്യൻ. ദൈവത്തോടുള്ള കടമകളെ ലംഘിച്ചവനാണ് കയ്യൻ. ദൈവത്തോട് അനുസരണക്കേട് കാട്ടി, മാതാപിതാക്കളുടെ വിധേയത്വമില്ലായ്മ കാട്ടി, സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും നമ്മുടെ കടമകളെ നിർവഹിക്കുന്നത്? മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ വിശുദ്ധ യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയാണ്, ആരും ദൈവത്തെ കണ്ടിട്ടില്ല. നാം തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിലും വസിക്കുകയാണ്. അങ്ങനെയുള്ളവന് മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കുക. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കയ്യിൻ്റെ വഴിയിൽ നടക്കുന്നവനാണ്. ചിന്തിച്ചുകൊള്ളുക, ഞാൻ കയ്യിൻ്റെ വഴിയിൽ നടക്കുന്ന ആളാണോ? രണ്ടാമത് പറയാ, ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നവർ. ബിലയാം എന്ത് തെറ്റാണ് ചെയ്തത്? ദ്രവ്യത്തിനു വേണ്ടി ദൈവജനത്തെ ഒറ്റുകൊടുത്തവനാണ് ബിലയാം. നമ്മളും പലപ്പോഴും നമ്മളോട് ചോദിക്കുക, എന്താ പള്ളി വരാത്തെന്ന് ചോദിച്ചാൽ പറയും, അയ്യോ അത് ജോലി ഉണ്ടായിരുന്നു, ആകെ ഒരു ദിവസം അവധിയുള്ളൂ, ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ബിലയാമിന് ധനത്തെയാണ് നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ പലപ്പോഴും സ്നേഹിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ച് ശരിയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ കസ്റ്റോഡിയൻ നമ്മളാണ്. എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പക്ഷെ എളിയവനെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. കാരണം അവൻ യഹോവയ്ക്കാണ് കടം കൊടുക്കുന്നത്, യഹോവയ്ക്കാണ് വായ്പ കൊടുക്കുന്നത്. ബിലയാമിന്റെ വഞ്ചനയിൽ താനിടാത്ത മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ നമ്മൾ ഈ കാവലിരിക്കുന്നതൊക്കെ അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവുമോ? അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് നമ്മുടെ മക്കൾ ഒരു പരിധി കഴിഞ്ഞാൽ തൊടിയിക്കത്തില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പൈസ എടുത്ത് തിരിച്ചിടാനും മറിച്ചിടാനും നമ്മൾ പോവുള്ളൂ. നമ്മുടെ ബലം ക്ഷയിച്ചു കഴിയുമ്പം മോനെ 1000 രൂപ എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചാൽ പറയുന്ന ചോദ്യം എന്താ മറുപടി? പപ്പായിക്ക് ഇപ്പം എന്തിനാ? ആരുടെ പൈസ? പപ്പായിക്ക് ഇപ്പൊ പൈസ എന്തിനാ? വേണ്ടതെല്ലാം കിട്ടുന്നില്ലേ? മോനെ സ്വന്തം പെൻഷനിൽ നിന്ന് ഒരു 2000 രൂപ ചോദിച്ചാൽ മമ്മിക്ക് ഇപ്പൊ എന്തിനാ? ഇവിടെ എല്ലാത്തിനും ആരുടെ പൈസയാ? താനിടാത്ത മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ. എന്നാൽ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയ, ഞാൻ നിനക്ക് ഇരട്ടിയായിട്ട് പകരം തരുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലാത്തവൻ ബിലയാമിന്റെ വഞ്ചനയിൽ തന്നെ ചതിക്കുന്നവനാണ്. ദൈവത്തിന്റെ പ്രവാചകനാണ് ബിലയാം. ദൈവജനത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നവനാണ് ബിലയാം. ദൈവകാര്യങ്ങളുടെ മർമ്മങ്ങളെ അറിയുന്നവനാണ് ബിലയാം. എന്നാൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായം മുതൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെക്കാൾ കൂടുതൽ ബാലാക്ക് നീട്ടുന്ന ദ്രവ്യത്തെ സ്നേഹിച്ചു. പലപ്പോഴും നമ്മളും ശരിയാണ്, നമുക്ക് സമ്പാദ്യങ്ങൾ വേണം, നമുക്ക് സ്വത്തുക്കൾ വേണം, നമുക്കെല്ലാം വേണം. പക്ഷേ ഏതിൻ്റെയും അളവും ഏതിൻ്റെയും വീതവും ദൈവത്തിനു വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം തലമുറയെ പഠിപ്പിക്കേണ്ട ശീലം നമ്മളിൽ പലരും കൊടുക്കുന്നവരാണ് കേട്ടോ. പക്ഷെ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. നമ്മൾ കൊടുക്കുന്നതിന് മുൻപുള്ള പരസ്പരമുള്ള ചർച്ചയിൽ പുച്ഛത്തോടെ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയാവുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. മൂന്നാമത് പറയുകയാണ്, അയ്യോ കഷ്ടം, കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുക. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ പറ്റിയ കോരഹിനെന്ന്. കോരഹ്
മോശ ദൈവജനത്തെ നയിക്കുന്നത് കണ്ടപ്പോൾ കോരഹനും ദാഥാനും അബീരേമിനും ആ കുലത്തിലെ 250 പേർ മോശയ്ക്കെതിരെ സംസാരിച്ചിട്ട് പറഞ്ഞു, മോശ അത്ര വലിയവനൊന്നും അല്ല, മോശയ്ക്ക് ഞങ്ങളെക്കാൾ യോഗ്യത കൂടുതലൊന്നും ഇല്ല. നമ്മളും പലപ്പോഴും ആവശ്യത്തിനും ആവശ്യമില്ലാതെയും അധികാരികളോട് ചോദ്യം ചെയ്യുന്നൊരു അച്ഛൻ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അച്ഛൻ ഇപ്പം എന്തിനാ ഇങ്ങോട്ട്, ഞങ്ങളുടെ പണ്ടത്തെ അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നു, അച്ഛൻ അങ്ങനെയായിരുന്നു. സ്കൂളിൽ വന്നാൽ പണ്ടത്തെ ടീച്ചർ ഇങ്ങനെയല്ലായിരുന്നു, ഈ ടീച്ചർ. നമുക്കെല്ലാത്തിനും കോരഹിൻ്റെ മത്സരമുള്ളവരായിരുന്നു. അതിന് മക്കളുടെ മുൻപിലിരുന്ന് നമ്മൾ ഈ ഡിസ്കഷനൊക്കെ ചെയ്യും. അതുകൊണ്ട് കണ്ടിട്ടില്ലേ, ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർ പോലും അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ പോലും ചോദ്യം ചെയ്യും. നമ്മളത് വലിയ തമാശയായിട്ട് കേട്ട് എൻജോയ് ചെയ്യും അല്ലേ? തമാശയായിട്ട് കേട്ട് ഈ അപ്പച്ചൻ എന്ന് തമാശ കുഞ്ഞു വായിൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയാ. പക്ഷെ ഈ കോരഹിൻ്റെ മത്സരങ്ങൾ കേട്ട് ശീലിച്ച് നമ്മുടെ മക്കൾ വളരരുത്. മോശ എന്ത് ചെയ്തു? മോശ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് വലിയവനല്ല. പക്ഷെ യഹോവയുടെ സന്നിധിയിൽ കമന്നു വീണ് പ്രാർത്ഥിച്ചു. യഹോവയാം ദൈവം മോശയ്ക്ക് അരുളപ്പാട് കൊടുത്തു. മോശ കോരഹിനോടും 250 പേരോടും പറഞ്ഞു, നിങ്ങൾ വരിക, നമുക്ക് യഹോവയുടെ മുൻപാകെ ധൂപം അർപ്പിക്കാം. അവരൊന്നു ചേർന്ന് യഹോവയുടെ മുൻപാകെ ധൂപം അർപ്പിച്ചു. മോശ പെട്ടെന്ന് ദൈവജനത്തോട് പറഞ്ഞു, നിങ്ങളെല്ലാം മാറി നിൽക്കുക. പെട്ടെന്ന് ഭൂമി പിളർന്നു. കോരഹും ദാഥാനും അബീരേമും ഭൂമിയുടെ അടിയിലേക്ക് പോയി. വീണ്ടും ആ 250 പേർ ചുറ്റും നിൽക്കുകയാണ്. മോശ ദൈവജനത്തോട് പറഞ്ഞു, അവരുടെ ഇടയിൽ നിന്നും മാറിപ്പോകുക. അവരുടെ ധൂപത്തിൽ നിന്നും തീ ആളിക്കത്തി അവർ വെന്തുപോയി. ഇത് കണ്ട് ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് വഴിയിൽ കൊന്നുകളയുകയാണോ എന്ന് ചോദിച്ചു. മോശ ദൈവജനത്തോട് പറഞ്ഞു, ദൈവത്തിനെതിരെ, ദൈവമാക്കി വെച്ചിരിക്കുന്നവർക്കെതിരെ നിങ്ങൾ പിറുപിറുക്കരുത്. മോശ പെട്ടെന്ന് അഹറോനോട് പറഞ്ഞു, ധൂപപാത്രവുമായിട്ട് ദൈവജനത്തിനിടയിലേക്ക് ചെല്ലുക. ആ നേരം കൊണ്ട് അനേകർക്ക് പുണ്ണു വന്ന് വീഴാൻ തുടങ്ങി. രോഗബാധിതരായി അവർ മരിച്ചു വീഴാൻ തുടങ്ങി. അഹറോൻ ധൂപം വീശി ധൂപമേറ്റവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. പലപ്പോഴും നമ്മൾ പലരെയും ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കണം, അവരെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം. കുടുംബത്തിൽ ഒരാളെ കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും അപ്പനാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. കഴിവുണ്ടെങ്കിലും കഴിവുകേടുണ്ടെങ്കിലും അമ്മയാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവസന്നിധിയിൽ നാം പലപ്പോഴും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ സ്ലീഹ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, ആർത്തിമാറാത്ത ജനത്തിന് എന്താണ് സംഭവിച്ചത്? ആർത്തിമാറാത്ത ഇസ്രായേൽ ജനത്തെ ദൈവം ശോധന ചെയ്തു. വീണ്ടും അധികാരമോഹം മാറാത്ത സ്വർഗീയ ഗണങ്ങളായ മാലാഖമാർക്ക് എന്താണ് സംഭവിച്ചത്? ദൈവം അവരെ നിത്യ ചങ്ങലക്കിട്ടു. 3, അനുസരണക്കേടുള്ള ജനത്തിന് എന്താണ് സംഭവിച്ചത്? സോദോമും ഗൊമോറയും നശിച്ചു. 4, ഈ മത്സരികളായ ജനത്തിനിടയിൽ പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്ന ഇത്ര വലിയ രക്ഷ. സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ അഗാധഗർത്തത്തിൽ വീണുപോയപ്പോൾ, പറുദീസയുടെ അനുഭവം അവന് നഷ്ടപ്പെട്ടപ്പോൾ, ന്യായപ്രമാണത്താലും പ്രവാചകന്മാരും എന്നാലും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പിതാവാം ദൈവം മാലാഖമാരുടെ നാട്ടിൽ നിന്ന്, ക്രോപകൾ വഹിക്കുന്ന തേരിൽ നിന്ന്, സ്വർഗസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നമുക്ക് മുൻപിൽ മാതൃകയാക്കി തീർത്തു. നമുക്ക് സത്യോപദേശങ്ങളെ നൽകി. അവരിൽ നിന്ന് അപ്പോസ്തലന്മാരിലേക്ക് അത് പോയി. അപ്പോസ്തലന്മാരിൽ നമ്മുടെ പിതാക്കന്മാരിലേക്ക് പോയി. ഈ ക്രൂശിലെ വലിയ രക്ഷ ഇനിയും ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും? പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പരിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ കാത്തുരക്ഷിക്കുന്നതിനായിട്ട് സ്വയം ആത്മീക വർധനവും വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. ഇതാണ് വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ അവരുടെ ജീവിതത്തിൽ കൂട്ടി കാട്ടിത്തന്ന സത്യമാർഗം. നമ്മുടെ തലമുറയുടെ മുൻപിലും അത് കാണിച്ചു കൊടുക്കുവാൻ, പരിശുദ്ധന്റെ വിശുദ്ധ പാതയെ അനുധാവനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിപരിശുദ്ധമായ ഈ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അനുവാദം നൽകിയ ഇടവകയുടെ വികാരി അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സഹവികാരി അച്ഛന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് ക്രിസ്തുവിൽ പ്രിയ സഹോദരനായിരിക്കുന്ന ബിനു അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കർത്താവിൽ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഭാരവാഹികളെ, എനിക്കൊന്ന് സിജു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഓർമ്മിപ്പിക്കും.
ഇങ്ങനൊരു കൺവെൻഷൻ ഇവിടെ ഉണ്ട്, മറന്നു പോകല്ലേ, വിട്ടുപോകല്ലേ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ദൈവജനത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സ്വയം ആത്മീക വർധനവും വരുത്തുവാനും പരിശുദ്ധാത്മ നിറവുള്ളവരായി തീരുവാനും നിത്യതയ്ക്കായി കാത്തിരിക്കുന്നവരാകുവാനും ദൈവസ്നേഹത്തിൽ നിറയുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് ആ ഖബറിൽ സത്യമായും ഒന്ന് മുത്തിക്കൊണ്ട് പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ശക്തമായ മാധ്യസ്ഥം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് വരും തലമുറയിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പെരുന്നാളിൻ്റെതായ എല്ലാവിധ മംഗളാശംസകളും നേരുകയും ചെയ്യും.